ദേവപഞ്ചമി ഭാഗം 9. രാജേന്ദ്രൻ നായർ തിരിച്ചെത്തിയിരിക്കുന്നു. അവനൊരിക്കൽ നിന്റെ അച്ഛൻ്റെ പാർട്ട്ണറായിരുന്നു. അച്ഛൻ്റെ കൂടെ നിന്ന് ആ പ്രോജക്റ്റ് തകർക്കാൻ ശ്രമിച്ച ഒരു മനുഷ്യനാണ്. ഇപ്പോൾ ബ്രഹ്മ ഗ്രൂപ്പ് എന്ന പേരിൽ പുതിയ കമ്പനി ആരംഭിച്ചിരിക്കുന്നു. ഇതിന് പിന്നിൽ നിനക്കെതിരെ ഒരു ചതി തുടങ്ങിക്കഴിഞ്ഞു. അത് കേട്ടതും ആര്യവീറിൻ്റെ കണ്ണുകൾ ഒന്ന് വെട്ടിത്തിളങ്ങി. ആര്യൻ കസേരയിലേക്ക് ചാരിയിരുന്നു. അവൻ്റെ ചുണ്ടുകൾ മുറുകി. എനിക്കവനെ നന്നായിട്ടറിയാം ആനന്ദ്. നീ പറഞ്ഞതുപോലെ കളി തുടങ്ങിയാൽ ഞാൻ പിന്നെ പിന്നോട്ട് പോകില്ല. അത് കേട്ടതും ആനന്ദ് ദീർഘനിശ്വാസം എടുത്തു. അതാണ് ഞാൻ ഭയപ്പെടുന്നതും ആര്യ. നീ എപ്പോഴും മുന്നും പിന്നും നോക്കാതെ മുന്നോട്ട് പോകുന്നവനാണ്. അതുകൊണ്ട് തന്നെ സൂക്ഷിക്കണം, ആനന്ദ് പറഞ്ഞു. ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് അവൻ ഫോൺ കട്ട് ചെയ്തു. അവൻ കസേരയിൽ നിന്നും എഴുന്നേറ്റ് വിൻഡോയുടെ അടുത്തേക്ക് വന്നു. അവിടെ നിന്നും പുറത്തേക്ക് നോക്കി. രാജേന്ദ്രൻ നായർ, ബ്രഹ്മ ഗ്രൂപ്പ്, അതിന് പിന്നിൽ ബ്രഹ്മദത്തൻ. അവൻ പതിയെ പറഞ്ഞു. സ്വന്തം സഹോദരിയെ തന്നെ തന്നോടുള്ള പകയ്ക്ക് വേണ്ടി ഇറക്കിയവൻ, തൻ്റെ ഭാര്യയായിട്ട് വന്ന് അഭിനയിച്ച, തൻ്റെ കുടുംബത്തെ ഇല്ലാതാക്കാൻ ശ്രമിച്ചവൾ. ആര്യൻ ജനാലയിലൂടെ പുറത്തേക്ക് നോക്കി നിന്നു. നിന്നെ ഇവിടെ ഞാൻ നിന്നെ എത്തിക്കും. അതിനുവേണ്ടി തന്നെയാണ് ഞാൻ ഈ ബിസിനസ് യാത്ര എന്ന് പറഞ്ഞ് വന്നതും. എൻ്റെ കുഞ്ഞിനെ പോലും ഇവിടെ ആക്കിയിട്ട് ഞാൻ ഈ ഒരു ബിസിനസ്സിന് വേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അത് വെറുതെ ആകില്ല. നീ ഓർത്തോ ബ്രഹ്മദത്ത, അവൻ മനസ്സിൽ പറഞ്ഞു. അവൻ്റെ ഫോൺ റിങ് ചെയ്തതും അവൻ സമയം നോക്കി. സമയം 1 മണി. അവൻ വേഗം ഫോണും അറ്റൻഡ് ചെയ്തുകൊണ്ട് പുറത്തേക്കിറങ്ങി. നേരെ മുത്തശ്ശിയുടെ റൂമിലേക്കാണ് അവൻ പോയത്. ഫോണിൽ സംസാരിച്ചുകൊണ്ട് അവൻ മുറിയിലേക്ക് കയറുമ്പോൾ കേൾക്കുന്നത് കുഞ്ഞിൻ്റെ ചിരിയായിരുന്നു. അത് കേട്ടതും അവൻ അവിടെ തന്നെ നിന്നു. കുഞ്ഞിൻ്റെ വയറിൽ ഇക്കിളിയാക്കിക്കൊണ്ട് എന്തൊക്കെയോ പറഞ്ഞ് ചിരിപ്പിക്കുന്നുണ്ട്. അവൻ പതിയെ ഡോറ് തുറന്ന് അകത്തേക്ക് നോക്കിയതും കണ്ടു ബെഡിൽ ഒരു കുഞ്ഞ് നിക്കർ മാത്രം ഇട്ട് കിടക്കുന്ന കുഞ്ഞിനെ. ഭക്ഷണം കൊടുത്തു കഴിഞ്ഞതാണെന്ന് കുഞ്ഞിൻ്റെ അടുത്തിരിക്കുന്ന പാത്രങ്ങൾ കണ്ടപ്പോൾ അവന് മനസ്സിലായി. പിന്നെ മുത്തശ്ശിയുടെ ബെഡിലേക്ക് നോക്കിയപ്പോൾ കുഞ്ഞിനെയും അവളെയും നോക്കി ചെറുപുഞ്ചിരിയോടെ ചാരിയിരിക്കുന്ന മുത്തശ്ശിയെ കണ്ടു. വാവേ, വയറ് നിറഞ്ഞോ എന്നൊക്കെ ചോദിച്ച് കുഞ്ഞിൻ്റെ കഴുത്തിലും എല്ലാം തുടയ്ക്കുന്നുണ്ട്. അപ്പോഴാണ് മുത്തശ്ശി വാതിക്കൽ നിൽക്കുന്ന ആര്യനെ കാണുന്നത്. ആര്യ, മുത്തശ്ശി വിളിച്ചതും അവൻ മുത്തശ്ശിയുടെ അടുത്തേക്ക് ചെന്നു. നീ ഭക്ഷണം കഴിച്ചോ? ഭക്ഷണം കൊണ്ടുവന്നിട്ടുണ്ട്, വേഗം കഴിക്കാൻ നോക്ക്, മുത്തശ്ശി പറഞ്ഞു. മുത്തശ്ശി കഴിച്ചോ? അവൻ ചോദിച്ചു. കഴിച്ചു. ഈ കുട്ടി ഭക്ഷണം എനിക്ക് തന്നിട്ടാണ് മോൾക്ക് കൊടുത്തത്. കുഞ്ഞ് ഇപ്പോൾ എഴുന്നേറ്റതേയുള്ളൂ. നല്ല ഉറക്കമായിരുന്നു, മുത്തശ്ശി പറഞ്ഞു. മോളെ, ആര്യൻ്റെ ഫുഡ് അവനങ്ങ് കൊടുത്തേക്ക്, മുത്തശ്ശി പറഞ്ഞു. ഞാൻ എടുത്തു വയ്ക്കാം എന്ന് പറഞ്ഞ് കുഞ്ഞിൻ്റെ അടുത്തിരുന്ന പാത്രങ്ങളെല്ലാം എടുത്ത് അവൾ എഴുന്നേറ്റു. അവൾ ചെന്ന് വാഷ്റൂമിൻ്റെ ഡോറ് തുറന്ന് പാത്രങ്ങളെല്ലാം കഴുകി. അവിടെ നിന്നും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കാണുന്നത് കുഞ്ഞിൻ്റെ അടുത്ത് ബെഡിൽ കിടന്നുകൊണ്ട് കുഞ്ഞിനെ കളിപ്പിക്കുന്ന ആര്യനെയാണ്. അവനെ ഒന്ന് നോക്കിക്കൊണ്ട് അവൾ അവൻ്റെ ഭക്ഷണം എടുത്തു വയ്ക്കാനായി പോയി. അവൾ ഡോറ് തുറന്ന് പോകുമ്പോൾ ആര്യൻ ഡോറിൻ്റെ അടുത്തേക്ക് ഒന്ന് നോക്കി. അവൻ നോക്കുന്നത് മുത്തശ്ശി കാണുകയും ചെയ്തിരുന്നു. മുത്തശ്ശി ചെറുപുഞ്ചിരിയോടെ കണ്ണുകൾ അടച്ചു കിടന്നു. കുറച്ച് സമയം കഴിഞ്ഞതും അവൾ വന്ന് സർ എന്ന് വിളിച്ചു. അവൻ മുഖമുയർത്തി നോക്കി. ഫുഡ് എടുത്തു വെച്ചിട്ടുണ്ട്, അവൾ പറഞ്ഞു. ആര്യൻ കുഞ്ഞിനെ എടുത്തുകൊണ്ട് അവിടെ നിന്നും ഫുഡ് ഇരിക്കുന്ന ടേബിളിലേക്ക് ചെന്നു. ആര്യനും കുഞ്ഞും ഭക്ഷണം കഴിക്കാൻ പോയതും അവൾ മുത്തശ്ശിയുടെ അടുത്തേക്കിരുന്നു. മുത്തശ്ശി, ഉറങ്ങല്ലേ, മെഡിസിൻ കഴിക്കണം എന്ന് പറഞ്ഞ് അവൾ മെഡിസിൻ ബോക്സ് എടുത്തു. മെഡിസിൻ കൊടുത്തതും ഒരു നേഴ്സ് വന്ന് മുത്തശ്ശിക്ക് ഇഞ്ചക്ഷനും കൊടുത്തുകൊണ്ട് പോയി. കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ടാണ് അവൾ പിന്നെ ഓടി അവൻ്റെ അടുത്തേക്ക് ചെല്ലുന്നത്. അവൻ്റെ തോളിൽ കിടന്ന് കരയുന്നുണ്ട്. അത് കണ്ടതും അവൾ വേഗം അവൻ്റെ അടുത്തേക്ക് ചെന്നു. എന്തുപറ്റി, അവൾ ചോദിച്ചു. അത് കൈ അറിയാതെ കണ്ണിൽ കൊണ്ടതാണ്, കുഞ്ഞിൻ്റെ തന്നെ, അവൻ പറഞ്ഞു. അവൾ വേഗം കുഞ്ഞിനെ എടുത്തു. അവൾ എടുത്തതും കുഞ്ഞു മുഖം അവളുടെ ഡ്രസ്സിലിട്ട് ഉരയ്ക്കാൻ തുടങ്ങി. കണ്ണ് നന്നായി നീറുന്നുണ്ടെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞ് അവൾ വെപ്രാളപ്പെട്ടുകൊണ്ട് വേഗം ഞാൻ മോളുടെ മുഖം കഴിച്ചിട്ട് വരാം എന്ന് പറഞ്ഞ് കുഞ്ഞിനെയും കൊണ്ട് മുഖം കഴിക്കാൻ വാഷ്റൂമിലേക്ക് ആയിട്ട് പോയി. മുഖം കഴുകി കുഞ്ഞിനെയും കൊണ്ട് വന്നതും 2 കൈകൊണ്ടും അപ്പോഴും കണ്ണ് തിരുമുന്നത് കണ്ട് കണ്ണ് തിരുമല്ലേ മാവേ, അവൾ പറയുന്നുണ്ട്. ഞാൻ ഇവിടുത്തെ പീഡിയാട്രിഷനെ ഒന്ന് കണ്ടിട്ട് വരട്ടെ, അവൾ ആര്യൻ്റെ മുന്നിൽ വന്ന് ചോദിച്ചു. അപ്പോഴേക്കും ഭക്ഷണം കഴിക്കുന്നത് മതിയാക്കി അവൻ കൈ തുടച്ചുകൊണ്ട് അവൾക്കടുത്തേക്ക് വന്നു കഴിഞ്ഞു. കുഞ്ഞിനെ വാങ്ങാൻ നോക്കി. എന്നാൽ കുഞ്ഞ് അവളുടെ തോളിലേക്ക് കിടന്നുകൊണ്ട് അവളുടെ കഴുത്തിൽ ചുറ്റിപ്പിടിച്ചു. താൻ വാ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ മുന്നിൽ നടന്നു. അവൻ്റെ പുറകെ അവൾ നടക്കാൻ പോയതും മുത്തശ്ശി
അവൾ പെട്ടെന്ന് പറഞ്ഞു. നിങ്ങൾ കുഞ്ഞിനെ കൊണ്ടുപോയിട്ട് വാ, ഞാനിവിടെ കിടന്നോളാം. ഞാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നേഴ്സിനെ വിളിച്ചോളാം, മുത്തശ്ശി പറഞ്ഞു. അവൻ പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ തന്നെ ഒരു നേഴ്സ് അകത്തേക്ക് കയറി വന്നു. മുത്തശ്ശിയുടെ അടുത്ത് അവരെ ഇരുത്തിക്കൊണ്ട് അവൻ തിരിഞ്ഞതും കാണുന്നത് അവൾ കുഞ്ഞിനെയും കൊണ്ട് ഡോക്ടറെ കാണിക്കാൻ വേണ്ടി പോയി. ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇറങ്ങാൻ നിന്ന ഡോക്ടർ രാജീവ് കുഞ്ഞിനെ കണ്ടതും വീണ്ടും സീറ്റിലേക്ക് തന്നെ ഇരുന്നു. ആദ്യം കുഞ്ഞിനെ കൊണ്ട് അങ്ങോട്ട് വന്ന ദേവപഞ്ചമിയെ മാത്രമാണ് ഡോക്ടർ കണ്ടത്. കുഞ്ഞ് ഒരു ചെറിയ നിക്കർ മാത്രമേ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. കണ്ണ് തുറക്കാൻ ബുദ്ധിമുട്ടുന്നുണ്ട്, അതുകൊണ്ട് കരയുന്നുമുണ്ട്. എന്തുപറ്റി? ഡോക്ടർ ചോദിച്ചു. അത് ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ കണ്ണിൽ കൈകൊണ്ട് തൂത്തതാണ്. കറിയുടെ അംശം എന്തോ കയ്യിലുണ്ടായിരുന്നു എന്ന് തോന്നുന്നു. കണ്ണ് നന്നായിട്ട് നീറുന്നുണ്ട്, കണ്ണ് തുറന്നിട്ടില്ല, അവൾ പറഞ്ഞു. നോക്കട്ടെ എന്ന് പറഞ്ഞ് കുഞ്ഞിനെ മടിയിലേക്ക് തിരിച്ചിരുത്താൻ പറഞ്ഞു. അപ്പോഴും കുഞ്ഞ് മുഖം അവളുടെ മാറിലേക്ക് വെച്ചുകൊണ്ട് ഒരു കൈ കൊണ്ട് കണ്ണ് തിരുമുന്നത് കണ്ടു. കൊച്ചെ, ഇങ്ങോട്ട് തിരിച്ചു പിടിക്കുക, അവിടെയുള്ള ഒരു നേഴ്സ് അല്പം ദേഷ്യത്തിൽ പറഞ്ഞു. എന്നാൽ തിരിയാതിരിക്കാൻ വേണ്ടി അവളുടെ മാറിൽ തന്നെ മുഖം ചേർത്ത് വെച്ച് ഒരു കൈ കൊണ്ട് അവളുടെ ഡ്രസ്സിൽ കൈ മുറുക്കി മറു കൈ കൊണ്ട് വലത്തെ കണ്ണ് തിരുമുകയാണ് കുഞ്ഞ്. എൻ്റെ കൊച്ചെ, ആ കൊച്ചിനെ ഇങ്ങോട്ട് തിരിച്ചു പിടിച്ചേ. വീണ്ടും ആ നേഴ്സ് ഒച്ചയെടുത്തതും അവൾ അവരെ ഒന്ന് നോക്കി. അവൾക്ക് സങ്കടം വരുന്നുണ്ടായിരുന്നു കുഞ്ഞിൻ്റെ കരച്ചിൽ കണ്ടിട്ട്. അവളുടെ കണ്ണുകൾ നിറഞ്ഞിട്ടുണ്ട്. വാവേ, നോക്കിയേ എന്ന് പറഞ്ഞ് അവൾ പതിയെ കണ്ണ് തിരുമ്മിക്കൊണ്ടിരിക്കുന്ന കൈ പിടിച്ച് വെച്ചുകൊണ്ട് കുഞ്ഞിനെ തിരിച്ചെടുത്താൻ നോക്കുന്നുണ്ട്. ആ നിമിഷമാണ് ഡോക്ടറിൻ്റെ ക്യാബിൻ തുറന്ന് അകത്തേക്ക് ആര്യവീർ കടന്നു വരുന്നത്. ഇതാരാണിത് എന്ന് ചോദിച്ചുകൊണ്ട് പെട്ടെന്ന് തിരിഞ്ഞ ആ നേഴ്സ് കാണുന്നത് ആര്യവീറിനെയാണ്. ഡോക്ടറും ആര്യനെ കണ്ടു. സർ, ഡോക്ടർ ആര്യനെ കണ്ടതും വിളിച്ചുകൊണ്ട് എഴുന്നേൽക്കാൻ പോയി. എന്നാൽ അതൊന്നും നോക്കാതെ ആര്യവീർ ചെന്നത് കുഞ്ഞിൻ്റെയും പഞ്ചമിയുടെയും അടുത്തേക്കാണ്. അവളുടെ കണ്ണ് നിറഞ്ഞിരിക്കുന്നത് കണ്ട ആര്യന് അത്ഭുതം തോന്നി. സർ, ഡോക്ടർ വിളിച്ചതും പഞ്ചമി ആര്യൻ്റെ മുഖത്തേക്ക് നോക്കി. കുഞ്ഞ് കണ്ണ് തുറക്കാതെ അവളുടെ മാറിലേക്ക് മുഖം അമർത്തി വെച്ച് ഇരുന്നു. എന്നാൽ പഞ്ചമി ദേഷ്യത്തോടെ ആര്യനെ നോക്കിയത്. അത് കണ്ടപ്പോൾ ആര്യൻ ഒരു പകപ്പോടെ അവളെ നോക്കി. അവളുടെ കണ്ണുകൾ നിറഞ്ഞ താഴേക്ക് അപ്പോഴേക്കും ഒഴുകിയിരുന്നു. ഡോക്ടർ, ഒന്ന് വേഗം നോക്കൂ, ആര്യൻ പറഞ്ഞതും അയാൾ വേഗം കുഞ്ഞിനെ നോക്കി. കുഞ്ഞിൻ്റെ കൈ പതിയെ മാറ്റിക്കൊണ്ട് കുഞ്ഞിനെ തിരിച്ച് അവൾ ഇരുത്താൻ ശ്രമിച്ചു. പറ്റുന്നില്ല എന്ന് കണ്ടതും കുഞ്ഞിനെ ബെഡിലേക്ക് കിടത്താൻ പറഞ്ഞു. അവൾ എഴുന്നേറ്റ് കുഞ്ഞിനെ ബെഡിലേക്ക് കിടത്തി. അപ്പോഴും അവളുടെ ഡ്രസ്സിൽ മുറുകെ പിടിച്ചുകൊണ്ട് കരയുന്നുണ്ട്. ഒന്നുമില്ല മാവേ എന്നെല്ലാം പറഞ്ഞ് ആശ്വസിപ്പിച്ച് അവൾ കുഞ്ഞിനെ കിടത്തി. ഡോക്ടർ കുഞ്ഞിൻ്റെ കണ്ണൊന്ന് പരിശോധിച്ചു. പേടിക്കാൻ ഒന്നുമില്ല, കുഞ്ഞിൻ്റെ കണ്ണിൻ്റെ പീലി തന്നെ കണ്ണിൻ്റെ ഉള്ളിലേക്ക് പോയിട്ടുള്ള കരച്ചിലാണ്. ഡോക്ടർ പറഞ്ഞുകൊണ്ട് വളരെ ശ്രദ്ധയോടെ കുഞ്ഞിൻ്റെ കണ്ണിൽ നിന്ന് കൺപീലി എടുത്തു മാറ്റി. അത് കേട്ടപ്പോൾ അവൾക്ക് ആശ്വാസം തോന്നി. അവൾ ആശ്വാസത്തോടെ നെഞ്ചിൽ കൈവയ്ക്കുന്നത് എല്ലാം ആര്യൻ ശ്രദ്ധിച്ചു. അവൻ അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കി. അവൾ കണ്ണുകൾ ഷോള് കൊണ്ട് തുടയ്ക്കുന്നുണ്ട്. കണ്ണ് പതിയെ ചിമ്മി തുറന്ന് കുഞ്ഞ് ആര്യനെ കണ്ടതും ചുണ്ട് കോർപ്പിച്ച് വിതുമ്പിക്കൊണ്ട് അവൻ്റെ നേരെ നോക്കിയതും ആര്യൻ കുഞ്ഞിനെ എടുത്തിരുന്നു. ഒരു കണ്ണ് ചെറുതായിട്ട് ചുവന്നിട്ടുണ്ട്, അത് കുഴപ്പമില്ല, മാറിക്കോളും എന്ന് പറഞ്ഞു ഡോക്ടർ. ഇനി അഥവാ ചുവപ്പ് കൂടുകയാണെങ്കിൽ ഒഴിക്കാനായിട്ട് ഒരു തുള്ളി മരുന്നും കൊടുത്തു. കുഞ്ഞ് ആര്യൻ്റെ തോളിലേക്ക് ചാഞ്ഞു കിടന്നു. ഓക്കെ ഡോക്ടർ, താങ്ക് യു എന്ന് പറഞ്ഞുകൊണ്ട് ആര്യൻ അവിടെ നിന്നും ഡോറ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങിയതും പഞ്ചമി അവിടെ നിൽക്കുന്ന നേഴ്സിനോട്, ഇത് കുഞ്ഞുങ്ങളെ കൊണ്ടുവരുന്ന സ്ഥലമാണ്, കുറച്ച് മയത്തിലൊക്കെ സംസാരിക്കാം, കുഞ്ഞുങ്ങളോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ സമയമെടുക്കും, അവർക്ക് വേദനിച്ചാൽ കരയാൻ മാത്രമേ അറിയൂ, സംസാരിക്കാൻ തുടങ്ങുന്ന കുഞ്ഞുങ്ങളല്ലേ കൂടുതലും, അപ്പോൾ അവർ കരഞ്ഞാവും പ്രതികരിക്കുന്നത്. ഈ കുട്ടികളുടെ ഡോക്ടറിൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. പിന്നെ അവൾ കയ്യിലെ വാച്ചിലേക്ക് സമയം നോക്കി. എനിക്ക് മനസ്സിലാവും നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാനുള്ള സമയമായി. പെട്ടെന്ന് ഞാൻ കുഞ്ഞിനെയും കൊണ്ട് ഇടിച്ചു കയറി വന്നപ്പോൾ നിങ്ങൾ ആ ദേഷ്യം തീർത്തതായിരിക്കുമെന്ന്. പക്ഷെ ഓർക്കുക, നിങ്ങളുടെ ജോലി അതാണ് ആദ്യം ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. അത്രയും പറഞ്ഞ് അവൾ അവിടെ നിന്നും ഡോക്ടറോട് താങ്ക് യു പറഞ്ഞു. അവൾ ഇറങ്ങുമ്പോൾ ഡോറിൻ്റെ വാതിക്കൽ തന്നെ നിൽക്കുന്ന ആര്യനെ അവൾ കണ്ടു. കുഞ്ഞ് അവളെ നോക്കി ആര്യൻ്റെ കയ്യിലിരിക്കുന്നുണ്ട്. അവൾ കുഞ്ഞിൻ്റെ മുഖത്തേക്ക് നോക്കി ഒന്ന് ചിരിച്ചതും കുഞ്ഞ് അവളുടെ അടുത്തേക്ക് കൈ നീട്ടി. അവൾ കുഞ്ഞിനെ വാങ്ങിക്കൊണ്ട് ആര്യനെ ഒന്ന് നോക്കി മുന്നിൽ നടന്നു. ആര്യൻ വിളറി വെളുത്ത് നിൽക്കുന്ന നേഴ്സിനെയും ആ ഡോക്ടറെയും ഒന്ന് നോക്കിക്കൊണ്ട് അവളുടെ പുറകെ നടന്നു. അവൾ കുഞ്ഞിനെയും കൊണ്ട് മുത്തശ്ശിയുടെ അടുത്തേക്ക് ചെന്നു. എന്തു പറ്റിയതാ മോളെ? അത് കുഞ്ഞ് കൈകൊണ്ട് കണ്ണ് തിരുമിയപ്പോൾ കുഞ്ഞിൻ്റെ കൺപീലി തന്നെ കണ്ണിലേക്ക് പോയതാണ്, അവൾ പറഞ്ഞു. വേറെ കുഴപ്പമൊന്നുമില്ല,
എന്ന് പറഞ്ഞു. മുത്തശ്ശി കുഞ്ഞിനെ നോക്കിയപ്പോൾ ഒരു കണ്ണിൽ ചെറിയ ചുവപ്പ് പടർന്നിട്ടുണ്ട്. വേറെ കുഴപ്പമൊന്നുമില്ല, അവൾ പറഞ്ഞു. അപ്പോഴേക്കും അങ്ങോട്ട് ആര്യവീറും കടന്നു വന്നു. ആര്യ, നീ ഭക്ഷണം കഴിച്ചോ? മുത്തശ്ശി ചോദിച്ചു. കഴിച്ചു എന്ന് മാത്രം പറഞ്ഞു. അവൻ കുഞ്ഞിനെ വാങ്ങിക്കൊണ്ട്, മുത്തശ്ശി മെഡിസിൻ കഴിച്ചോ? അവൻ ചോദിച്ചു. അത് കഴിച്ചാൽ ഉറക്കം വരും. നിങ്ങൾ വരാത്തത് കൊണ്ട് ഞാൻ ഉറങ്ങാതെ ഇരുന്നതാണ്, മുത്തശ്ശി പറഞ്ഞു. മുത്തശ്ശി ഉറങ്ങിക്കോളൂ എന്ന് പറഞ്ഞു അവൻ. അവിടെ നിന്നും ലിവിംഗ് റൂമിലേക്ക് നടന്നു. അവിടെയുള്ള സോഫയിലേക്ക് ചാരിയിരുന്നു. കുഞ്ഞിനെ മടിയിൽ വെച്ചുകൊണ്ട് തന്നെ. മോളെ, നീ ഭക്ഷണം കഴിച്ചോ? മുത്തശ്ശി ചോദിച്ചു. അവൾ ഇല്ല എന്ന് പറഞ്ഞു. ഭക്ഷണം കഴിക്ക്, ചെല്ല്, മുത്തശ്ശി പറഞ്ഞു. അവൾ മുത്തശ്ശി നേരെ കിടത്തി. പുതപ്പ് കുറച്ചുകൂടി മേലേക്ക് കയറ്റി പുതപ്പിച്ചുകൊണ്ട് അവൾ അവിടെ നിന്നും റൂമിലേക്ക് നടന്നു. അവിടെ കുഞ്ഞിനെ മടിയിൽ ഇരുത്തിക്കൊണ്ട് കുഞ്ഞിനെ നെഞ്ചിലേക്ക് ചേർത്ത് പതിയെ തട്ടിക്കൊടുക്കുന്നുണ്ട്. കരഞ്ഞതുകൊണ്ട് ഉറക്കം വരുന്നുണ്ട് കുഞ്ഞിനെന്ന് അവൾക്ക് മനസ്സിലായി. അവൻ നെഞ്ചിലേക്ക് ചേർത്ത് പതിയെ തട്ടിക്കൊടുക്കുമ്പോൾ കണ്ണുകൾ അടഞ്ഞു പോകുന്നത് കണ്ടുകൊണ്ട് അവൾ ടേബിളിനടുത്തേക്ക് എത്തി. അവൻ പകർത്തി അവന് കഴിക്കാനായി വെച്ചിരിക്കുന്ന പാത്രത്തിലേക്ക് നോക്കി. അവൻ ഭക്ഷണം പകുതിയാക്കി മൂടി വെച്ചിരിക്കുന്നത് അവൾ കണ്ടു. ആര്യൻ കുറച്ച് മാത്രമേ കഴിച്ചിട്ടുള്ളൂ എന്ന് അവൾക്ക് മനസ്സിലായി. അവൾ ആര്യൻ കഴിച്ച പാത്രം മാറ്റി വെച്ചുകൊണ്ട് മറ്റൊരു പ്ലേറ്റ് എടുത്തു വെച്ചു. ആര്യൻ അവന് കൊണ്ടുവന്ന ഭക്ഷണത്തിൽ നിന്നും എല്ലാ കണ്ടെയ്നറിൽ നിന്നും കുറേശ്ശെ മാത്രമേ സ്പൂണ് കൊണ്ട് അവൻ കഴിക്കുന്ന പ്ലേറ്റിലേക്ക് എടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ അവൻ ബാക്കി വെച്ച ഭക്ഷണമാണ് അവൾ ഒരു പ്ലേറ്റിലേക്ക് പകർന്നുകൊണ്ട് കഴിക്കാനിരുന്നത്. പെട്ടെന്നാണ് പുറത്ത് മഴ പെയ്യുന്നത് കണ്ടത്. അത് കണ്ടതും അവൾ കഴിച്ചുകൊണ്ടിരുന്ന സ്പൂൺ പ്ലേറ്റിലേക്ക് വച്ച് അവിടെ നിന്നും ഓടി മുത്തശ്ശിയുടെ റൂമിലേക്ക് പോകുന്നത് കണ്ടു. അത് കണ്ടതും അവൾ പോകുന്ന ഭാഗത്തേക്ക് നോക്കി. പിന്നെ എഴുന്നേറ്റ് ചെന്ന് മുത്തശ്ശിയുടെ റൂം തുറന്നു. അവൾ എങ്ങോട്ടാണ് ഈ തിരക്ക് പിടിച്ചു പോയത് എന്ന് നോക്കി. അപ്പോഴാണ് ബാൽക്കണിയിൽ കിടക്കുന്ന കുഞ്ഞിൻ്റെ ഡ്രസ്സ് നനയാതിരിക്കാൻ ഓടിപ്പോയി എടുക്കുന്നത് അവൻ കാണുന്നത്. കുഞ്ഞ് ഉറങ്ങി വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അവൻ തിരിച്ച് അവനിരുന്ന സോഫയുടെ അടുത്തേക്ക് വന്നപ്പോഴാണ് അവൾ കഴിച്ചുകൊണ്ടിരുന്ന പ്ലേറ്റ് അവൻ കാണുന്നത്. തനിക്ക് കൊണ്ടുവന്നിരിക്കുന്ന ഭക്ഷണത്തിൻ്റെ ബാക്കിയാണ് അവളെ പ്ലേറ്റിൽ എന്ന് കണ്ടു. അവൻ്റെ നെറ്റി ചുളുങ്ങി. അവൻ അവിടെ ഇരുന്ന ക്യാരി ബാഗിലേക്ക് നോക്കി. അതിൽ ഒരു കണ്ടെയ്നറിൽ ദേവപഞ്ചമി എന്ന സ്റ്റിക്കർ പതിപ്പിച്ച ഫുഡ് കണ്ടെയ്നർ കണ്ടു. അപ്പോൾ അവൾക്കുള്ള ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ട്. അവളത് കഴിക്കാതിരുന്നതാണ് എന്ന് അവന് മനസ്സിലായി. അപ്പോഴേക്കും അവൾ റൂമിലേക്ക് വന്നു. തനിക്കുള്ള ഭക്ഷണം എത്തിയിട്ടുണ്ടല്ലോ, താനെന്താ അത് കഴിക്കാത്തത്? പെട്ടെന്ന് അവൻ്റെ ചോദ്യം കേട്ടതും അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി. പിന്നെ അവൾ എടുത്തു വച്ചിരിക്കുന്ന പ്ലേറ്റിലേക്കും. അത് സാറിന് കൊണ്ടുവന്ന ബാക്കി ഇരിക്കുന്നുണ്ടായിരുന്നു, കളയാൻ തോന്നിയില്ല. ഭക്ഷണമല്ലേ, അവൾ പറഞ്ഞു. പക്ഷേ തനിക്കായിട്ട് കൊണ്ടുവന്ന ഭക്ഷണം അപ്പോൾ കളയേണ്ടി വരില്ലേ? അവൻ ചോദിച്ചു. വേണ്ട, അത് ഞാൻ രാത്രി കഴിച്ചോളാം. ഭക്ഷണത്തിൻ്റെ പാത്രം എടുക്കാൻ വരുമ്പോൾ ഞാനത് പറയാനിരിക്കുകയാണ്, അവൾ പറഞ്ഞു. എന്ന് അവനൊന്ന് കനപ്പിച്ച് മൂളിക്കൊണ്ട് അവൻ വീണ്ടും കുഞ്ഞിനെ കൊണ്ട് സോഫയിലേക്ക് വന്നിരുന്നു. പുറത്ത് മഴ നന്നായി തന്നെ തകർത്ത് പെയ്യുന്നുണ്ട്. വേഗം അവൾ ഭക്ഷണം കഴിച്ച കൈ കഴുകി പാത്രങ്ങളെല്ലാം കഴുകിക്കൊണ്ടുവന്ന് ടേബിളിൽ തന്നെ കമഴ്ത്തി ടവലിന് മുകളിൽ വെച്ചു. പിന്നെ കൈ നന്നായി തുടച്ച് ആര്യൻ്റെ അടുത്തേക്ക് ചെന്നു. സർ, ഉറങ്ങണമെങ്കിൽ കുഞ്ഞിനെയും കൊണ്ട് ആ ബെഡിൽ പോയി കിടന്നോളൂ, സോഫയിലേക്ക് ചാഞ്ഞു കിടക്കുന്ന ആര്യനെ കണ്ട് അവൾ പറഞ്ഞു. ആര്യൻ കണ്ണ് തുറന്ന് അവളെ നോക്കി. ഇന്നലെയും സാറ് ഇങ്ങനെ ഉറങ്ങാതിരിക്കുകയായിരുന്നില്ലേ, അവൾ പറഞ്ഞു. ആര്യൻ ഒന്നും മിണ്ടാതെ അവിടെ നിന്നും എഴുന്നേറ്റ് കുഞ്ഞിനെയും കൊണ്ട് മുത്തശ്ശിയുടെ റൂമിലേക്ക് ചെന്നു. അവിടെ അവളും കുഞ്ഞും കിടന്ന ബെഡിലേക്ക് കുഞ്ഞിനെ കിടത്തി. പിന്നെ അവനും അവിടേക്ക് കയറി കിടന്നു. അവൾ വന്ന് നോക്കുമ്പോൾ അവനും ബെഡിൽ കിടക്കുന്നത് കണ്ടു. ആ റൂം അടച്ചുകൊണ്ട് അവൾ ലിവിംഗ് റൂമിൽ വന്ന് നിന്നു. മഴയുടെ ഒപ്പം ഇടികുടുക്കവും കേൾക്കുന്നുണ്ട്. ഉച്ചയ്ക്കാണ് മഴ പെയ്യുന്നത്. പക്ഷേ ഇപ്പോൾ ആകാശത്ത് മുഴുവനും മൂടിക്കെട്ടി നിൽക്കുന്നത് കൊണ്ട് വൈകുന്നേരം പോലെയാണ് തോന്നുന്നത്. അവൾ ബാഗിൽ നിന്നും ഫോൺ എടുത്ത് വരദയെ വിളിച്ചു. ഫോൺ എടുത്തതും ആര്യവീർ നിന്നെ ബാക്കി വെച്ചിട്ടുണ്ടോ എന്നാണ് അവൾ ചോദിച്ചത്. അതെന്താ നീ അങ്ങനെ ചോദിച്ചത്? ദേവ ചോദിച്ചു. നിനക്കറിയില്ല ആ സാധനത്തിനെ. അത് അങ്ങനെ ഇരിക്കുന്നതേ. പുലിക്കാട്ടിൽ ആര്യവീർ എന്ന് പറഞ്ഞാൽ എന്താ പറയുക, സാഗർ ഏലിയാസ് ജാക്കി എന്നൊക്കെ പറയില്ലേ, അതുപോലെയാണ്, അവൾ പറഞ്ഞു. മനസ്സിലായില്ല, ഈ മനുഷ്യന് മനസ്സിലാകുന്ന ഭാഷയിൽ പറയ്, ദേവ പറഞ്ഞു. മനസ്സിലാക്കാൻ ഒന്നുമില്ല. സ്നേഹിക്കുന്നവർക്ക് ആള് നല്ലവനാണ്, വെറുക്കുന്നവർക്ക് റിയൽ ഡെവിൾ എന്നൊക്കെ പറയില്ലേ, അതാണ് ആ മനുഷ്യൻ. എൻ്റെ അച്ഛന് വരെ പേടിയാണ്. എൻ്റെ അച്ഛന് മാത്രമല്ല, എല്ലാവർക്കും ആര്യനെ ഭയമാണ്. ആ മനുഷ്യനെ പേടിയില്ലാത്ത രണ്ട് പേരേ ഉണ്ടാകൂ. അതിലൊന്ന് അയാളുടെ കുഞ്ഞ് നാഗപഞ്ചമി, രണ്ടാമത്തേത് അവിടെ കിടക്കുന്ന ആ മുത്തശ്ശി. അവർക്ക് രണ്ടുപേർക്ക് മാത്രമേ ആര്യവീറിൻ്റെ ജീവിതത്തിൽ സ്ഥാനമുള്ളൂ.
ആര്യവീറിനെ പേടിയില്ലാത്തതും ഉള്ളൂ. വരദ പറഞ്ഞു. വരദ, അപ്പോൾ ആര്യൻ സാറിൻ്റെ ഭാര്യ, അതായത് നാഗപഞ്ചമിയുടെ അമ്മ? പഞ്ചമി ചോദിച്ചു. അത് പറയാതിരിക്കുക ഭേദം. ഒരു മെനക്കെട്ട പെണ്ണെന്നൊന്നും പറയാൻ പറ്റില്ല. പെൺവർഗത്തിന് തന്നെ ഒരു ശാപം. അതാണ് നാഗപഞ്ചമി എന്ന ആ കുഞ്ഞിൻ്റെ അമ്മ. അമ്മ എന്ന് പറയാൻ പറ്റുമോ എന്നെനിക്കറിയില്ല. ആ കുഞ്ഞിനെ ഭൂമിയിലേക്ക് കൊണ്ടുവന്ന ഒരു സ്ത്രീ, അരുന്ധതി. അത്ര മാത്രമേ ആ പെണ്ണിനെക്കുറിച്ച് പറയാനുള്ളൂ. വരദ പറഞ്ഞു. നീ മര്യാദയ്ക്ക് പറയേ, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ദേവപഞ്ചമി പറഞ്ഞു. ഞാൻ പറയാം. ഇപ്പോൾ എവിടെ അദ്ദേഹവും കുഞ്ഞും? ഉറക്കാണ്, ദേവ പറഞ്ഞു. മുത്തശ്ശിയോ? വീണ്ടും ചോദിച്ചു. മുത്തശ്ശിയും ഉറങ്ങി, അവൾ പറഞ്ഞു. എന്നാൽ പിന്നെ ഞാൻ പറയാം ഈ ആര്യവീറിനെക്കുറിച്ച് എന്ന് പറഞ്ഞ് വരദ ആര്യവീറിനെക്കുറിച്ച് പറയാനായി തുടങ്ങി. അത് കേൾക്കാൻ ആകാംക്ഷയോടെ ദേവപഞ്ചമിയും. ഹായ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഞാൻ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ സ്റ്റോറി ഇട്ടിട്ടുണ്ട്. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും പിന്നെ ഹൈപ്പ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ലവ് യു ഓൾ. ഇറ്റ്സ് മീ കാർത്തിക.